നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. ബ്രിട്ടനിലെ കുടിയേറ്റ വിരുദ്ധ കലാപം 92% മുസ്ലിങ്ങൾക്കും സുരക്ഷയിൽ ആശങ്കയെന്ന സർവേ റിപ്പോർട്ട്. കലാപത്തിന്റെ ആരംഭം മുതൽ 6-ൽ വംശീയ ആക്രമണങ്ങൾക്ക് വിധേയരായതായി കണ്ടെത്തൽ. ഹീത്രോ വിമാനത്താവളത്തിൽ 100 കണക്കിന് അതിർത്തി സുരക്ഷാ ജീവനക്കാർ തൊഴിൽ നിബന്ധനകളിലെ മാറ്റങ്ങൾക്കെതിരെ പണിമുടക്കിന് ഒരുങ്ങുന്നു. ഓഗസ്റ്റ് 31 മുതൽ 23 ദിവസത്തേക്കാണ് പണിമുടക്കുകൾക്ക് ഒരുങ്ങുന്നത്. പബ്ലിക് ആൻഡ് കൊമേഴ്ഷ്യൽ സർവീസസ് യൂണിയനിലെ ഏകദേശം 650 അംഗങ്ങളാണ് പണിമുടക്കിൽ പങ്കെടുക്കുക. കമല ഹാരിസിന്റെ അജണ്ട അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ അടച്ചുപൂട്ടുമെന്ന മുൻ വൈറ്റ് ഹൌസ് സാമ്പത്തിക വിദഗ്ധൻ. 1929 രീതിയിലുള്ള മാന്ദ്യം യുഎസിൽ അനുഭവപ്പെടുമെന്നും കെവിൻ ഹാസറ്റ്. ഗ്രീൻ ന്യൂ ഡീൽ പോലെ അവർ ശരിക്കും എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നതിനെക്കുറിച്ച് മുൻപ് പറഞ്ഞ പല കാര്യങ്ങളും 2030 കാർബൺ ന്യൂട്രൽ ആകുന്നതുൾപ്പെടെ എല്ലാ കാര്യങ്ങളും ആഴത്തിലുള്ള മാന്ദ്യത്തിന് കാരണമാകുമെന്നാണ് കെവിൻ ഹാസറ്റ് പറയുന്നത്. ടിബറ്റൻ ജനതയ്ക്ക് വേലികെട്ടി ചൈന. യാത്രാ സ്വാതന്ത്ര്യവും സഞ്ചാര സ്വാതന്ത്ര്യവും നിഷേധിച്ച ചൈനീസ് നേതൃത്വം. പാസ്പോർട്ട് നൽകുന്നില്ല. സ്വന്തം മതവിശ്വാസം പിന്തുടരാനോ മാതൃഭാഷയിൽ സംസാരിക്കാനോ അനുവാദമില്ലാതെ ടിബറ്റുകാർ. ഗാസയിൽ വീണ്ടും ഇസ്രായേൽ കൂട്ടക്കുരുതി. ബോംബാക്രമണത്തിൽ ഒരു സ്ത്രീയും 6 മക്കളും ഉൾപ്പെടെ 21 പേർ കൊല്ലപ്പെട്ടു. ആക്രമണം വെടിനിർത്തൽ ഉടമ്പടി യാഥാർത്ഥ്യമാക്കാൻ US ശക്തമായ ശ്രമം നടത്തുന്നതിനിടെ ശബരിമല വിമാനത്താവളത്തിന് ഇനി പുതുവേഗം. PM ഗതിശക്തിയിൽ എയർപോർട്ടിന് നിർമ്മാണ വേഗത കൂട്ടും. നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് കേന്ദ്ര അനുമതി. പിണറായിക്കായി മോദിയുടെ വികസന കരുതൽ. കളം മാറി ചവിട്ടാൻ സ്റ്റാലിൻ. കരുണാനിധി സ്മാരകത്തിൽ BJP നേതാക്കൾ. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ചൂടേറിയ ചർച്ചകൾ. BJP DMK രഹസ്യബന്ധമെന്ന അണ്ണാ DMK. ആശയപരമായ ഭിന്നത നിലനിൽക്കുന്നുവെന്ന സ്റ്റാലിൻ. തങ്ങളുടെ സഖ്യകക്ഷികളെ ലക്ഷ്യം വെക്കുന്ന BJP തന്ത്രമെന്ന കോൺഗ്രസ്. KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ PK ശശി. പാർട്ടി നടപടിയിൽ കടുത്ത അമർഷത്തിൽ മുതിർന്ന നേതാവ്. PK ശശിക്കെതിരെ കടുത്ത നടപടിക്ക് പാർട്ടിയെ പ്രേരിപ്പിച്ചത് കോടികളുടെ ഇടപാട്. വയനാട് ദുരിതബാധിതരുടെ വായ്പ ബാങ്കുകൾ പൂർണ്ണമായും എഴുതിത്തള്ളണമെന്ന മുഖ്യമന്ത്രി. പലിശയിളവ്, തിരിച്ചടവിനുള്ള കാലാവധി നീട്ടൽ ഇതൊന്നും പരിഹാരമാർഗമല്ല. കടബാധ്യത സർക്കാർ ഏറ്റെടുക്കേണ്ട അവസ്ഥയില്ലെന്നും ദുരിതബാധിതർക്കുള്ള സഹായധനത്തിൽ കൈയിട്ട് വാരിയ ഗ്രാമീണ ബാങ്ക് നടപടി ശരിയല്ലെന്നും പിണറായി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് സീസണിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് മിന്നുന്ന ജയം. കരുത്തർ മുഖാമുഖം നിന്ന ആവേശപ്പോരിൽ ചെൽസിയെ തകർത്തത് മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക്. ഇതോടെ ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.